നമസ്കാരം. അമേരിക്ക വരയ്ക്കുന്ന വരയിൽ തുർക്കി നിൽക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ പാളുന്നു. ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തുർക്കി. ശക്തമായ റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാനുള്ള അമേരിക്കയുടെ നിരന്തരമായ ആവശ്യം കൊണ്ട് ഓടിത്തള്ളിക്കോ എന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. ഇതോടെ ട്രംപ് ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള രാജ്യങ്ങളുടെ പരമാധികാര അവകാശത്തിന്മേലുള്ള പാശ്ചാത്യ മേധാവിത്വത്തിന്റെ പിടി അയയുകയാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ മികച്ച ശേഷിയും വിശ്വാസ്യതയും തെളിയിക്കുന്നതാണ് ഈ നിലപാട്. 2019 റഷ്യയിൽ നിന്നും S-400 സംവിധാനങ്ങൾ വാങ്ങാനുള്ള തുർക്കിയുടെ തീരുമാനം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി. ഇതിന്റെ പ്രതികാരം എന്നോണം തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും നാറ്റോ സഖ്യമായിട്ടും അമേരിക്കൻ F-35 യുദ്ധവിമാന പദ്ധതിയിൽ നിന്നും തുർക്കിയെ പുറത്താക്കുകയും ചെയ്തു. എങ്കിലും ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള പരമാധികാര അവകാശത്തിൽ തുർക്കി സർക്കാർ ഉറച്ചു നിൽക്കുന്നു. റഷ്യൻ സംവിധാനങ്ങൾ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും തുർക്കി വിശ്വസിക്കുന്നുണ്ട്. അതേസമയം നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉപരോധങ്ങൾ നീക്കാനും തുർക്കി ചില ഇളവുകൾ നൽകാൻ തയ്യാറാണെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുമായി ചേർന്ന് S-400 സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിനായി ഒരു സാങ്കേതിക സംവിധാനത്തിന് തുർക്കി അധികൃതർ സമ്മതിക്കാൻ സാധ്യതയുണ്ട് എന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തങ്ങളുടെ സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പാശ്ചാത്യ രാജ്യങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമാണിത്. അമേരിക്കയിൽ നിന്നും 40 F-35 വിമാനങ്ങൾ വാങ്ങാൻ തുർക്കി ഇപ്പോഴും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് അസാധ്യമാണ്. സെപ്റ്റംബർ അവസാനം പ്രസിഡന്റ് എർദോഗുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് F-35 കരാർത്താൻ തയ്യാറാണെന്ന് സൂചന നൽകിയിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾക്കൊന്നും പിന്നീട് പ്രഖ്യാപിത കരാറുകളിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇതൊരു തന്ത്രപരമായ പങ്കാളിത്തമായി മാറുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ എർദോഗൻ വ്യക്തമാക്കിയിരുന്നു. F-35 വാങ്ങലിന് അമേരിക്കയിൽ വിലക്കേർപ്പെടുത്തിയതിനെ കുറിച്ച് തുറന്നടിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങളെയാണെന്നും അദ്ദേഹം പറയുന്നു. റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം ഏഷ്യൻ ശക്തികൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2018 $5.43 ബില്യൺ 5 S-400 വിമാനങ്ങൾ വാങ്ങിയ ഇന്ത്യ റഷ്യയിൽ നിന്നും 5 സംവിധാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. 2018 ഇന്ത്യ വാങ്ങിയ S-400 സംവിധാനങ്ങൾ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ ഇന്ത്യ വിന്യസിക്കുകയും അതിൽ കരുത്തു തെളിയിക്കുകയും ചെയ്തു. ഈ സംവിധാനങ്ങൾ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും രാജ്യത്തെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചിരുന്നു. S-400 വിന്യസിച്ചോടെ പാകിസ്ഥാൻ ജെറ്റുകൾ ഇന്ത്യൻ ലക്ഷ്യങ്ങളുടെ ആക്രമണ ദൂരത്തിനുള്ളിൽ എത്താൻ സാധിക്കാത്ത വിധം അത് ഫലപ്രദമായി തടഞ്ഞു. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഈ സമാനതകളില്ലാത്ത ശേഷി തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും തുർക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനവും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച